ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ പുണ്യസങ്കേതമായ ആലുവ അദ്വൈത ആശ്രമത്തിൽ പോയിട്ടുള്ള ഏതൊരാൾക്കും അവിടുത്തെ ശാന്തിയും സമാധാനവും ദൈവിക ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്നതുമായ അന്തരീക്ഷത്തിൽ തൻ്റെ എല്ലാ ദുഃഖങ്ങളും മറന്ന് മഹാഗുരുവിൽ ലയിച്ച് നിൽക്കാൻ സാധിക്കുന്നതാണ്. ഇവിടുത്തെ കാറ്റിനു പോലും ഗുരുദേവ ചൈതന്യമുണ്ട്. പ്രകൃതി രമണീയമായ അന്തരീക്ഷം, നിറഞ്ഞൊഴുകുന്ന പെരിയാർ, ആലുവ മണപ്പുറം, മഹാദേവ ക്ഷേത്രവുമെല്ലാം അദ്വൈതാശ്രമത്തിൻ്റെ മാറ്റുകൂട്ടുന്നു. ഇവിടുത്തെ വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും പുണ്യം ചെയ്തവരാണ്. എന്തുകൊണ്ടെന്നാൽ അദ്വൈതാശ്രമത്തിൻ്റെ വിശുദ്ധിയിൽ കുളിച്ചു നിൽക്കാൻ എന്നും ഭാഗ്യം സിദ്ധിച്ചവർ ഇവരാണ്. അത്തരത്തിലൊരു പുണ്യവൃക്ഷമാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. അതാണ് അദ്വൈതാശ്രമത്തിലെ കമണ്ഡലു വൃക്ഷം. ദൈവീക പരിവേഷമുള്ള ഈ വൃക്ഷത്തിൻ്റെ കായ് ഉപയോഗിച്ചാണ് പണ്ട് മുനിമാർ തപസ് ചെയ്യുന്നതിനും പൂജകൾക്കും മറ്റുമായി ജലം ശേഖരിച്ചിരുന്നത്. ഇതൊരു ഔഷധ സസ്യം കൂടിയാണ്. ബ്ലീഡിംഗ് നിൽക്കാനും മറ്റുമായി ഇത് ഉപയോഗിച്ചു വരുന്നു. ആശ്രമാന്തരീക്ഷത്തിൽ നാമജപ വിശുദ്ധിയിൽ കായ്ഫലത്തോടെ നിറഞ്ഞു നിൽക്കുകയാണ് കമണ്ഡലു വൃക്ഷം. ഗുരുദേവ പുണ്യം നുകരുവാൻ ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു കിടക്കുന്നു. ഗുരുഭക്തരായ ഏവർക്കും ഇവിടെ എത്തുവാനും ഗുരുദേവാനുഗ്രഹം നേടുവാനും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.